ഞങ്ങൾ ലാൻഡ് ചെയ്തത് ഒരു 11 മണി 12 മണി ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് റൂമിനടുത്ത് തന്നെ ഉള്ള അവന്യൂ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ഹോങ്കോങ്ങിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്രണ്ട് പ്രൊമനേഡിൽ പോകാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. ഞങ്ങളിപ്പോൾ അവന്യൂ ഓഫ് സ്റ്റാർസ് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ പവർ ബാങ്ക് കൊണ്ടുവന്നു, പക്ഷെ ഞങ്ങൾ അതിനെ കുത്താനുള്ള പിന്ന് കൊണ്ടുവന്നില്ല. ഇവിടെ മെട്രോയിൽ കയറാൻ വന്നാൽ ഇങ്ങനെ പല പല ലൈനാണ് ഞങ്ങൾ പോകേണ്ടതിന് ഇതിൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഏത് ലൈനിൻ്റെ പോകണമെന്ന് കണ്ടുപിടിച്ചു. ചെരുപ്പിച്ചൊരു സീനാണ്. എനിക്ക് നല്ല കാലുവേന ഉണ്ട്. കാലുവേന ഉണ്ടാവാതെ കടുത്ത ചെരുപ്പൊക്കെയാണ്. ടെസ്ലകളുടെ അറഞ്ചം പുറഞ്ചം കളിയാണ് ഇവിടെ. ഇവിടെ മറ്റേതില്ലല്ലോ, സിഗ്നൽ കൊടുത്തില്ലല്ലോ. അയ്യറ് കളി 45 മിനിറ്റ്. മ്യൂസിയം, ഞാൻ ഹോങ്കോങ് മ്യൂസിയം. പെണ്ണിറങ്ങി അടിമുടി നോക്കുന്നത്. എവിടെ ബാബച്ചൻ? ബാബച്ച ഡിസിപ്ലിൻ കണ്ടോ? ഭയങ്കര ഇങ്ങോട്ട് 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 പോകുന്നു. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഭയങ്കര ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടിലൂടെയൊക്കെ പോയി ഞങ്ങൾ അവിടേക്ക് എത്തിയത്. ഒരു മാളിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയി മാളിൽ നിന്ന് എക്സിറ്റൊക്കെ അടിച്ചിട്ടാണ് എത്തിയത്. ലാസ്റ്റ് എന്തായാലും ഞങ്ങൾ എത്തി. വഴി തെളിച്ച് ഞങ്ങൾ ഈ മാളിൻ്റെ ഉള്ളിൽ എത്തി. ഞങ്ങൾ ഇതാണെന്ന് വിചാരിക്കുന്നു അവന്യൂ സ്റ്റാർസ്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഈ അവന്യൂ ഓഫ് സ്റ്റാർസ് എങ്ങനെ ഫേമസ് ആയത് എന്ന് വെച്ചാൽ, ഇത് വിക്ടോറിയ ഹാർബർ എന്ന് പറഞ്ഞൊരു മെയിൻ ആയിട്ടുള്ളൊരു സിറ്റി ഉണ്ട് ഹോങ്കോങ്ങിൻ്റെ. അതിൻ്റെ തീരത്ത് പണിയഴിപ്പിച്ചിട്ടുള്ള ഒരു പ്രൊമനേഡാണ്. ഇതിൻ്റെ അപ്പുറ സൈഡ് എന്താണെന്ന് വെച്ചാൽ, അതായത് വലിയ വലിയ ബിൽഡിങ്സ് അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു 8 മണിക്ക് ശേഷം ഇവിടെ ഒരു സിംഫണി ഓഫ് ലൈറ്റ് ഷോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കും. അതായത് ഫുള്ള് ബിൽഡിങ്സും ഫുള്ള് ലൈറ്റും ഇതൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്നുള്ള ബിൽഡിങ്സിൽ നിന്ന് അങ്ങോട്ടും ലൈറ്റ് ഇട്ടാണ്ടുള്ള ഒരു ഭയങ്കര മ്യൂസിക് കിട്ടാണ്ടുള്ള ഒരു ഭയങ്കര മനം കുളിർക്കും കാഴ്ച. കറക്റ്റ് ഒരു 8 മണിക്ക് ശേഷമാണ് ഈ ഒരു സൈഡിൽ കൂടുതൽ കാണാനായിട്ടുള്ളത്. ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടും ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ആ സമയത്ത് തന്നെയായിരുന്നു എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സിംഫണി ഓഫ് ലൈറ്റ് ഷോ മൊത്തമായിട്ട് കാണാൻ പറ്റി. സിംഫണി ഓഫ് ലൈറ്റ് ഷോ തുടങ്ങാൻ പോവാണ്. അവന്യൂ ഓഫ് സ്റ്റാർസിൽ ലൈറ്റ് ഷോ തുടങ്ങാൻ പോവാണ്. കറക്റ്റ് 8 മണിക്ക് തുടങ്ങും. കറക്റ്റ് 8 മണിക്ക് അവിടെ ഒരു പച്ച ലേസർ മിന്നി കണ്ട പച്ച ലേസർ. ഫോൺ പിടിച്ചോ.
ഞാൻ എല്ലാം മാറുന്നേ. അവിടെയൊക്കെ അത് മാത്രമല്ല ഇതുണ്ടോ അവിടെ ആ ബിൽഡിങ്ങിൽ പോക്ക് ആ ബിൽഡിങ്ങിൽ ഞങ്ങൾക്ക് അറിയില്ല കാരണം എല്ലായിടത്തും ലൈറ്റ് ഷോ ആണ്. കറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ സൈഡിൽ നിന്ന് അവിടേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? ആ അതാ പറഞ്ഞത്. ഇത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ആ ബിൽഡിങ്ങിലേക്ക് നോക്ക്. കുട്ടി കുട്ടി കടകളുണ്ട്. പിന്നെ ഇങ്ങനെ നല്ല നല്ല ചേച്ചിമാരുണ്ട്, നല്ല ചേച്ചിമാരുണ്ട്. ചെറിയ ചെറിയ ബിൽഡിങ്സ് ഉണ്ട്. വൃത്തിയാണ് ഇവിടുത്തെ മെയിൻ. ഡേ ടൈം വ്യൂയും കൂടെ ഞാൻ കാണില്ല. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് വലിയ ഭംഗിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്താണെന്ന് വെച്ചേട്ടാ, ഓ ഇതെന്താണ് എന്ന് മനസ്സിലാവണില്ല. ഇത് എന്ത് സംഭവം? ഈ ബിൽഡിങ് മുന്നിൽ കാണണേ ഹോട്ടലാ? മുകളിൽ റൂമോ? ഓക്കെ. ഈ സൗണ്ടാണ് ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സൗണ്ട് ഇപ്പോൾ റെഡിലാണ് നിൽക്കുന്നത്. കറക്റ്റ് ഗ്രീൻ ആകുമ്പോഴേ എല്ലാവരും ഉണ്ടാവും. അതും ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൻ്റെ അപ്പുറേ വണ്ടി നിർത്തുള്ളൂ. അതിന് ഇപ്പുറത്തേക്ക് വണ്ടിയും വരില്ല. നല്ല അച്ചടക്കാണ് ഇവിടെ. ഇവിടെ എനിക്ക് ആകെ എന്താ ഇഷ്ടമാവാന്ന് വെച്ചാൽ ഇവരുടെ ഫുഡ്. അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ KFC ഒക്കെ തപ്പിത്തരഞ്ഞ് കണ്ടെത്തി വൈകുന്നേരം KFC ഒരു ചായയും ഒരു കോളയൊക്കെ കുടിച്ച് കിടന്നു.